ഫ്രണ്ട്സ്, മഴ തോരും മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അലീന മുത്തശ്ശിയുടെ ഫോൺ എടുത്തിട്ട് നേരെ രോഹിത്തിനെ വിളിച്ചിട്ട് ഹലോ ഞാൻ അലീനയാണെന്ന് പറയുന്ന സമയത്തിന് രോഹിത്തിന് ദേഷ്യം വന്നിട്ട് ചോദിക്കുന്നത് നീ ആരാടി എന്നെ വിളിക്കാൻ വെച്ചിട്ട് പോടി പുല്ലേ എന്നൊക്കെ പറയും. അലീന പറയുന്നിട്ട് രോഹിത്തെ നീ എങ്ങാനും ഫോൺ വെച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ അച്ഛനെ വിളിച്ചിട്ട് നിന്റെ റൂമിലേക്ക് ഞാൻ കയറി വരും, അതുകൊണ്ട് നീ ഫോൺ കട്ട് ചെയ്യരുത് എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്തിന് ആഹാ നീ വിളിച്ചിട്ട് വരൂ, അങ്ങനെ നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നീ വിളിച്ചിട്ട് പാടി. അലീന പറഞ്ഞിട്ട് രോഹിത്തെ ഞാൻ കയറി വരുമെന്ന് പറഞ്ഞാൽ ഞാൻ കയറി വന്നിരിക്കും, അതുകൊണ്ട് വെറുതെ രോഹിത്തെ നീ എന്നെ വിളിക്കാൻ നിൽക്കരുതേ, മര്യാദക്ക് ഞാൻ പറയുന്നത് കേൾക്കുന്നതാ നല്ലത് എന്ന് പറയുന്ന സമയത്തിന് രോഹിത് ചോദിക്കുന്നുണ്ട് നീ എന്താടി എന്നെ ഭീഷണിപ്പെടുത്തുവാണോ. അലീന പറഞ്ഞിട്ട് എനിക്കൊരു കാര്യം അറിയണം, എൻ്റെ ഫോൺ എവിടെ ഉണ്ടായിരുന്നു, എൻ്റെ ഫോൺ എവിടെയാണെന്നറിയില്ല, എൻ്റെ ഫോൺ എവിടെയാണെന്ന് ചോദിക്കുന്ന സമയത്തിന് രോഹിത് പറഞ്ഞിട്ട് എനിക്കറിയില്ല, ഇനിയിപ്പോൾ പറയാനും എനിക്ക് സൗകര്യമില്ല എന്നാണ് പറയുന്നത്. അന്നേരം അലീന പറഞ്ഞിട്ട് ആ ഫോൺ എനിക്ക് അത്രമാത്രം പ്രധാനപ്പെട്ടതാണ്, അതുകൊണ്ട് ആ ഫോൺ എനിക്ക് തിരികെ കിട്ടിയില്ല എങ്കിൽ ഇന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഡൈനിങ് ടേബിളിൻ്റെ അവിടെ എല്ലാവരും വന്നിരിക്കുന്ന സമയത്തിന് സത്യം മൊത്തം ഞാൻ അങ്ങ് വിളിച്ചു പറയും. അപ്പോഴും വളരെ മോശമായിട്ട് എൻ്റെ രോഹിത് പറയുന്നുണ്ട് എടി പുല്ലേ നീ എന്താ ഉണ്ടാക്കുന്നതായി നീ പറയുന്നത്, നീ എന്താന്ന് വെച്ചാൽ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് വളരെ മോശം രീതിയിൽ സംസാരിക്കും. അന്നേരവും അലീന പറഞ്ഞിട്ട് ഞാൻ പറയുമെന്ന് പറഞ്ഞാൽ ഈ അലീന പറയും നിനക്കൊക്കെ നന്നാവാൻ വേണ്ടിയിട്ട് ഞാനൊരു ചാൻസ് കൂടെ തന്നതായിരുന്നു, എന്നിട്ട് പോലും നിങ്ങളുടെയൊക്കെ അഹങ്കാരത്തിന് യാതൊരു കുറവുമില്ല, അതുകൊണ്ട് മര്യാദക്ക് നിനക്കതെവിടെയെന്ന് പറയാൻ പറ്റുമെങ്കിൽ നീ പറയും, അല്ല എന്നുണ്ടെങ്കിൽ ഇന്ന് 9 മണിക്ക് മുൻപേ തന്നെ നീ എൻ്റെ അടുത്ത് വന്നിട്ട് മാപ്പ് പറഞ്ഞ് കാര്യം പറഞ്ഞിരിക്കണം, അതല്ല എങ്കിൽ ഈ വീട്ടിലെ എല്ലാവരോടും നിന്റെ അച്ഛൻ അമ്മ അനിയത്തിമാരോട് അവരോട് എല്ലാവരോടും നടന്ന കാര്യങ്ങളെല്ലാം ഞാൻ വിളിച്ചു പറയും, നീയാണ് ആ ജ്യൂസിൽ മയക്കുമരുന്ന് കലർത്തിയിട്ട് എന്നെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചത്, അതിൻ്റെ ബാക്കിയായിട്ടാണ് ബാക്കി കാര്യങ്ങളെല്ലാം സംഭവിച്ചത് എന്ന കാര്യം ഞാൻ വിളിച്ചു പറയും. അലീന അങ്ങനെ രോഹിത്തിനെ കുറേ അധികം ഭീഷണിപ്പെടുത്തിക്കൊണ്ടായിരിക്കട്ടെ ഫോൺ കട്ട് ചെയ്യുന്നത്. എന്നാൽ രോഹിത് വളരെ മോശം രീതിയിൽ തന്നെയായിരിക്കും അലീനയോട് പ്രതികരിക്കുന്നത്. പക്ഷേ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം രോഹിത്തിൻ്റെ കയ്യും കാലൊക്കെ ഇങ്ങനെ വിറക്കാൻ തുടങ്ങുകയാണ്. അലീന പറഞ്ഞിട്ട് പോലീസിന് ഞാൻ അങ്ങനെ മൊഴി കൊടുത്തു എന്ന് വിചാരിച്ച് നീ അങ്ങനെ നെഗളിക്കൊന്നും വേണ്ട, അങ്ങനെ ഒരു മൊഴി കൊടുത്തു എന്ന് വിചാരിച്ച് അത് എനിക്ക് മാറ്റി പറയാനും കഴിയും, അങ്ങനെ ഞാൻ എങ്ങാനും മൊഴി മാറ്റി പറഞ്ഞാൽ പിന്നെ സത്യം വിളിച്ച് പറഞ്ഞാൽ പിന്നെ കുടുങ്ങാൻ പോകുന്നത് നീയാണ് എന്ന രീതിയിലൊക്കെ അലീനെ ഭീഷണിപ്പെടുത്തുന്ന സമയത്തും രോഹിത് വളരെ പുച്ഛ രീതിയിലായിരിക്കട്ടെ സംസാരിക്കുന്നത്. ഏതായാലും അങ്ങനെ ഫോണൊക്കെ കട്ടാക്കിയതിന് ശേഷം രോഹിതിന് ആകെ പേടിച്ചിട്ട് കയ്യും കാലും വിറക്കാൻ തുടങ്ങും. ദേഷ്യം വന്ന് ടെൻഷനോട് കൂടെ തന്നെ രോഹിത് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് നടക്കുന്നത് മാത്രമല്ല ആ കയ്യിലുള്ള ഫോണ് ദേഷ്യത്തോടങ്ങ് വലിച്ചെറിയും. അതിനുശേഷം ഹരിയൊന്ന് വിളിച്ചു നോക്കുന്നുണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ഹരിയെ വിളിച്ചിട്ട് ഫോണും കിട്ടാത്തത് കൊണ്ട് തന്നെ രോഹിത്തിനങ്ങ് ദേഷ്യം വന്നിട്ട് കോപ്പ് ഫോൺ എടുക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുമായിരിക്കും. ഇതേ സമയത്ത് അലീനയാണെങ്കിൽ അടുക്കളയിൽ ഇങ്ങനെ ചെറിയ ചെറിയ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തിന് രോഹിത് അങ്ങോട്ടേക്ക് വന്ന് പറഞ്ഞിട്ട് അതെ ഞാൻ ആ ഫോണിൻ്റെ കാര്യം പറയാൻ വേണ്ടി വന്നതാണെന്ന് പറയും. ആ ഫോൺ ഇവിടെ നിന്ന് പോകുന്ന വഴി ഹരി എടുത്തിട്ട് പുഴയിലേക്ക് എറിഞ്ഞു എന്ന് പറയുന്ന സമയത്തിന് അലീനക്ക് ദേഷ്യം വന്നിട്ട് പറഞ്ഞിട്ട് എടാ ദുഷ്ട, ആ ഫോണിൻ്റെ വാല്യൂ എത്രമാത്രമാണെന്ന് എനിക്കറിയാമോ, അത്രമാത്രം പവിത്രമായിട്ട് ഞാൻ എൻ്റെ കയ്യിൽ സൂക്ഷിച്ചിരുന്നതാണത് എന്ന് പറയും. അപ്പോൾ രോഹിത് പറഞ്ഞിട്ട് അതുപോലെ ഒരെണ്ണം വാങ്ങിച്ചു തന്നാൽ പോരെ, ഞാൻ അതങ്ങ് വാങ്ങിച്ചു തരാമെന്ന് പറയുന്ന സമയത്തിന് അലീന പറഞ്ഞിട്ട് നീ അതുപോലൊരു ഫോണൊന്നും എനിക്ക് വാങ്ങിച്ചു തരണ്ട, ഹരിയുടെ കൂടെയുള്ള കൂട്ടുകെട്ട് നീ ഒന്ന് അവസാനിപ്പിച്ചാൽ മതി, അവൻ്റെ കൂടെ കൂട്ടുകൂടിയിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിതം തന്നെയാണ് നശിച്ചു പോകുന്നത് എന്നിങ്ങനെ അലീന പറയുന്ന സമയത്തന്നെ രോഹിത് പറഞ്ഞിട്ട് അതിൻ്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം, നീ എന്നെ ഉപദേശിച്ച് നന്നാക്കാനൊന്നും നിൽക്കണ്ട, ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ചോദിക്കാനോ പറയാനുണ്ടെങ്കിൽ അത് ചോദിക്കാമെന്ന് പറഞ്ഞു. അലീന ചോദിക്കുന്നുണ്ട് നീ ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തിട്ട് പോലും നിനക്ക് നിന്റെ മനസ്സിൽ ഒരു ലെവലേശോ പോലും കുറ്റബോധമില്ലല്ലേ, എന്നോടൊന്ന് ക്ഷമിക്കണം അല്ലെങ്കിൽ എന്നോടൊന്ന് മാപ്പ് പറയണമെന്ന് പോലും തോന്നുന്നില്ല അല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ രോഹിത് പറഞ്ഞിട്ട് നിർബന്ധമാണെങ്കിൽ പറയാമെന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് തന്നെ അലീന പറഞ്ഞിട്ട് അങ്ങനെയാണെങ്കിൽ നീ ചെയ്തതിൻ്റെ പേരിൽ യാതൊരുവിധ കുറ്റബോധവുമില്ലാതെ നീ എന്നോട് ക്ഷമ പറയൊന്നും വേണ്ട. രോഹിത് ഒന്നിങ്ങനെ അലീനയെ നോക്കിയതിന് ശേഷം അവിടെ നിന്നങ്ങ് പോകുന്ന സമയത്തിന് അലീന രോഹിത്തിൻ്റെ പുറകിൽ നിന്നുകൊണ്ട് തന്നെ പറയുന്നുണ്ട് നീ ഒരു ദിവസം എൻ്റെ അടുത്തേക്ക് വന്നിട്ട് എല്ലാം എന്നോട് ക്ഷമിക്കണം ചേച്ചി എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കാലെ കെട്ടിപ്പിടിച്ച് കരയുന്നൊരു ദിവസം വരും, അങ്ങനെ ഒരു ദിവസം വരാതെ ഒരിക്കലും നമ്മുടെ ഈ ജീവിതം കടന്നു പോവില്ല, അത് നീ ഓർത്തോ എന്നൊക്കെ പറയും. അന്നേരം രോഹിത് ഒന്നും മിണ്ടാതെ അലീനയെ ഒന്ന് നോക്കിയതിന് ശേഷം അവിടെ നിന്നങ്ങ് പോകുന്ന സമയത്ത് രോഹിതിൻ്റെ മനസ്സിൽ ചെറുതായ ഒരു പേടിയൊക്കെ പോകുന്നുണ്ട്. പക്ഷേ അതൊന്നും അലീനയുടെ മുഖത്ത് കാണിക്കുന്നില്ല. പിന്നീട് കാണിക്കുന്നത് മനു വീട്ടിലേക്ക് വരുന്ന സമയത്ത് കൃഷ്ണമോളും ബബിതയും കൂടി പുറത്തേക്ക് സ്കൂളിലേക്ക് പോകാൻ നിൽക്കുമായിരിക്കും. എന്നിട്ട് അവരിങ്ങനെ ഹൈഫൈ ഒക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഇന്നും താമസിച്ചു പോയില്ലേടി എന്ന് ചോദിക്കുന്ന സമയത്തിന് എന്നും ഇത് തന്നെയാണ് അവസ്ഥ എന്നൊക്കെ പറഞ്ഞു. ബബിതയും കൃഷ്ണമോളും അവിടെ നിന്ന് സ്കൂളിലേക്ക് പോവാണ്. മനു നേരെ അകത്തേക്ക് കയറി വരുന്ന സമയത്തിന് ബാലചന്ദ്രൻ അവിടെ തന്നെ ഇരിക്കുന്നുണ്ടാവും. എന്താ മോനെ നീ നേരെ ഇങ്ങോട്ടേക്ക് വരുമായിരുന്നു എന്ന് ചോദിക്കുന്ന സമയത്തിന് അല്ലെങ്കിലേ ഞാൻ എന്നിങ്ങനെ പറയാൻ തുടങ്ങുമ്പോഴായിരിക്കട്ടെ മുകളിൽ നിന്ന് രോഹിത് താഴേക്ക് വരുന്നത്. രോഹിതിനെ കാണുന്ന സമയത്തിന് മനുവിന് ദേഷ്യം അങ്ങനെ അരിച്ചു കയറി വരികയാണ്. എന്നിട്ട് ദേഷ്യപ്പെട്ട് രോഹിതിനെ തെങ്ങിനെ നോക്കി നിൽക്കുന്ന സമയത്തിന് രോഹിതിനും ആകെ പേടിയാവട്ടെ കയ്യും കാലൊക്കെ വരച്ചിട്ട് അതൊന്നും മനുവിൻ്റെ മുന്നിൽ കാണാതെ ഇങ്ങനെ പയ്യെ താഴേക്ക് ഇറങ്ങി വരുമായിരിക്കും. മനു പറഞ്ഞിട്ട് എനിക്ക് നിന്നെ ഒന്ന് കാണണമായിരുന്നല്ലോടോ എന്ന് പറയുന്ന സമയത്തിന് ഇപ്പം തന്നെ കാണാലോ എന്നാട്ടോ രോഹിത് പറയും. ഇങ്ങനെയല്ലടാ വിശദമായിട്ട് തന്നെ എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്നിങ്ങനെ മനു പറയുന്ന സമയത്തിന് എനിക്ക് കോളേജിൽ പോകണമെന്ന് പറയാണ് രോഹിത്.
എന്നാ നീ പൊയ്ക്കൊന്നിങ്ങനെ മനു പറയുന്ന സമയത്ത് രോഹിത് ആവട്ടെ ആകെ പേടിച്ച് വരച്ച് കയ്യും കാലും വരച്ചിട്ട് ആകെ ടെൻഷനോട് കൂടെ ആയിരിക്കട്ടെ അവിടെ നിന്ന് പോകുന്ന സമയത്തും ഒന്നിങ്ങനെ മനുവിനെ പേടിച്ച് തിരിഞ്ഞു നോക്കുന്നുണ്ട്. മനുവിനാണെങ്കിൽ ഭയങ്കര അങ്ങ് ദേഷ്യം വന്നിട്ട് രോഹിത്തിനെ ഇങ്ങനെ തുറപ്പിച്ച് നോക്കി നിൽക്കുന്നതും കണ്ടുകൊണ്ട് തന്നെ ബാലചന്ദ്രൻ ചോദിക്കുന്നത് എന്താ മനു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം ഒന്നുമില്ല അങ്കിളേ എന്ന് പറയുന്ന സമയത്തിന് എന്തോ ഒരു പ്രശ്നമുള്ളതുപോലെ എനിക്ക് തോന്നിയല്ലോ എന്ന് വെച്ചാൽ അതെ അവൻ എന്നെ കാണുമ്പോൾ വലിയ റെസ്പെക്റ്റ് ഒന്നും ഇല്ല കേട്ടോ അങ്കിളേ എന്ന് പറയുന്ന സമയത്ത് തന്നെ ബാലചന്ദ്രൻ പറഞ്ഞിട്ട് അതേ മനു ഞാൻ എല്ലാം കാണുന്നു കേൾക്കുന്നൊക്കെ ഉണ്ട്, ഞാൻ അത്ര പൊട്ടനൊന്നുമല്ല കേട്ടോ. അന്നേരം ബാലചന്ദ്രന് കാര്യം മനസ്സിലായല്ലോ എന്നൊക്കെ ചിന്തിച്ച് അതിൻ്റെ ഭാഗ്യം ഇങ്ങനെ മനു പറയാൻ നിൽക്കുന്ന സമയത്തായിരിക്കും അതും കേട്ട് വൈജയന്തി അങ്ങോട്ടേക്ക് വരുന്നത്. എന്താ മനു നീ രാവിലെ തന്നെ ഇവിടെ നിന്ന് ചോദിക്കുന്ന സമയത്തിന് ഒന്നുമില്ല ഞാൻ വീട്ടിലൊക്കെ ഒന്ന് പോയിട്ട് വന്നതാണെന്ന് പറയും. അപ്പോഴെന്നെ വൈജയന്തി അലീന ഒരു ചായ കൊണ്ടുപോകാന്ന് പറയുന്ന സമയത്തിന് അലീന അങ്ങോട്ടേക്ക് ഒരു ചായ കൊണ്ടുവന്ന് കൊടുക്കും. അലീന മനുവിനെ കാണുന്ന സമയത്തിന് ചോദിക്കുന്നുണ്ട് മനുവേട്ടൻ എപ്പോൾ വന്നു, മനുവേട്ടന് ഞാനൊരു ചായ എടുക്കട്ടെ എന്ന് ചോദിക്കുന്ന സമയത്തിന് വൈജയന്തിക്ക് അങ്ങ് ദേഷ്യം വരും. വൈജയന്തി പറഞ്ഞിട്ട് ഞാൻ നിന്നോട് പല തവണ പറഞ്ഞിട്ടുണ്ട് മനുവിനെ സാർ എന്ന് വിളിക്കണമെന്ന്, കാരണം നിന്നോടാരാ അവനെ ഏട്ടാന്ന് വിളിക്കാൻ പറഞ്ഞത് എന്നും ചോദിക്കും. അപ്പം മനു പറയുന്നുണ്ട് ഞാൻ തന്നെയാണ് അവളോട് എന്നെ മനുവേട്ടാന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞത്, അവളുടെ സാർ എന്ന് വിളി കേൾക്കുമ്പോൾ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറയും. വൈജയന്തി പറഞ്ഞിട്ട് സ്വന്തം വിലങ്ങനെ താഴ്ത്തി കെട്ടുന്നവരോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുന്ന സമയത്തിന് ഒരു പുച്ഛഭാവത്തിൽ അത് കേട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് മനു. അലീന ചായ എടുത്തോട്ടെ എന്ന് ചോദിക്കുന്ന സമയത്തിന് മനു എടുത്തോളാൻ പറയും. അപ്പോൾ വൈജയന്തി അവിടെ ഇരിക്കുന്ന സമയത്തിന് കൂടെ മനുവും അവിടെ ഇരിക്കും. മനു പറഞ്ഞിട്ട് ആൻറ്റി ഇപ്പം അലീനയ്ക്ക് നല്ല റെസ്റ്റ് വേണ്ട സമയമാണ് ഈ 2 ആഴ്ച, അതുകൊണ്ട് അവൾക്ക് നല്ല രീതിയിൽ റെസ്റ്റ് കൊടുക്കണമെന്ന് പറയും. അന്നേരം വൈജയന്തി ചോദിക്കുന്നുണ്ട് ഞാൻ അവൾക്ക് ഇവിടെ റെസ്റ്റ് കൊടുക്കുന്നില്ല എന്ന കാര്യം അവൾ നിന്നോട് വിളിച്ച് പരാതി പറഞ്ഞോ, അതുകൊണ്ടാണോ നീ ഇങ്ങോട്ടേക്ക് ഓടി വന്നതെന്ന് ചോദിക്കും. മനു പറഞ്ഞിട്ട് എന്നോട് അവൾ പരാതിയൊന്നും പറഞ്ഞില്ല, അവൾ പരാതി പറയാതെ തന്നെ അവളുടെ കാര്യങ്ങളൊക്കെ നോക്കാനുള്ള കടമ എനിക്കുണ്ട് എന്ന് പറയും. അന്നേരം അത് നിനക്ക് മനസ്സിലായില്ല, അവളുമായിട്ട് നിനക്കെന്താ ഇത്രത്തോളം ബന്ധമെന്ന് ചോദിക്കാണ് വൈജ. അപ്പോൾ മനു പറഞ്ഞിട്ട് ആൻറ്റി ആ കാര്യം മറന്നുപോയതാണ്, ഞാനാണ് അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത്, അവൾക്ക് വയ്യാതായപ്പോൾ അവളെ ഹോസ്പിറ്റലിലേക്ക് ബൈസ്റ്റാൻഡറായി കൂട്ടുനിന്നതും ഞാൻ, അതുകൊണ്ട് തന്നെ അവൾക്കിനി ഒരു പ്രശ്നവുമില്ലാതെ നോക്കേണ്ടത് എൻ്റെ കടമയാണ്, അതുകൊണ്ട് തന്നെയാണ് അവളുടെ കാര്യം അന്വേഷിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ പറയാണ് മനു. അയ്യോ അവളുടെ കാര്യം നോക്കാനാണോ നീ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന് മനു പറയുന്നുണ്ട് അതെ അലീനയുടെ കാര്യം സംസാരിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അന്നേരം വൈജയന്തി ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ അവളെ ഇവിടെ നിന്ന് അങ്ങ് പറഞ്ഞു വിട്ടാൽ പിന്നെ നീ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്ന സമയത്തിന് മനു കൂളായിട്ടൊന്ന് ചിരിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട് എങ്കിൽ പിന്നെ എളുപ്പമായി ഇറക്കി വിടുന്ന സമയം മാത്രം എന്നെ ഒന്ന് അറിയിച്ചാൽ മതി, ആ സമയത്ത് ഞാൻ അവളെ കാറുമായി വന്നിട്ട് കൂട്ടിക്കൊണ്ടു പോയിക്കോളാമെന്ന് പറയും. നീ അവളെ ഇവിടെ നിന്നും എങ്ങോട്ടേക്ക് കൊണ്ടുപോകാനാന്ന് ചോദിക്കുന്ന സമയത്തന്നെ മനു പറഞ്ഞിട്ട് അതൊന്നും ആൻറ്റി അറിയേണ്ട കാര്യമില്ല, ആൻറ്റി വേണ്ടാതെ ഇവിടെ നിന്നും കളയുന്നൊരു സാധനം പിന്നെ അത് ഞാൻ എങ്ങോട്ടേക്ക് കൊണ്ടുപോയി എന്നുള്ളതൊന്നും ആൻറ്റി അറിയേണ്ട കാര്യമില്ല എന്ന് പറയുന്ന സമയത്തിന് വൈജയ്ക്ക് ദേഷ്യം വന്ന് ചോദിക്കുന്നത് മനു നീ എന്നോട് യുദ്ധത്തിന് വരുവാണോ എന്ന് ചോദിക്കും. അന്നേരം മനു അങ്ങനെയൊന്നുമില്ല, ഞാൻ എന്തിനാ എൻ്റെ സ്വന്തം ആൻറ്റിയുടെ യുദ്ധത്തിന് വരും. അന്നേരം വൈജയന്തി പറഞ്ഞിട്ട് എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് കേട്ടോ എന്ന് പറയുന്ന സമയത്തിന് മനു പറഞ്ഞിട്ട് ആൻറ്റിക്കൊന്നും മനസ്സിലാവുന്നില്ല, ആൻറ്റി എന്തൊക്കെയോ തെറ്റിദ്ധാരണകൾ മനസ്സിൽ കൂട്ടിവെച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്, അതിലൊന്ന് മാത്രമാണ് ഇതെന്നൊക്കെ ഇങ്ങനെ മനു പറയുന്ന സമയത്ത് ദേഷ്യപ്പെട്ട് തുള്ളിച്ചാടി അകത്തേക്കങ്ങ് കയറി പോവാണ് വൈജയന്തി. എന്നാൽ ഇതെല്ലാം കണ്ടും കേട്ടും ബാലചന്ദ്രൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു എന്ന് മാത്രമല്ല ബാലചന്ദ്രൻ്റെ സംശയം അതിങ്ങനെ ഉറപ്പിച്ചു പോവാണ്. എന്നാൽ ആരോടും ഒന്നും ചോദിക്കാൻ കഴിയാത്തൊരവസ്ഥയിലായിരിക്കും. ഇതേ സമയത്തിന് അലീന മനുവിന് ചായ കൊണ്ടുവന്ന് കൊടുക്കും. എന്നിട്ട് കുടിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്ന സമയത്തിന് കുഴപ്പമില്ല എന്ന് പറയും. അലീന പിന്നെ നേരെ മുത്തശ്ശിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അലീന നേരെ വന്നിട്ട് മരുന്നെടുത്ത് കഴിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് ഇത് നേരത്തെ കഴിക്കേണ്ടതായിരുന്നു, ഞാൻ മറന്നുപോയി എന്ന് പറയുന്ന സമയത്തിന് മുത്തശ്ശി ദേഷ്യപ്പെടുന്നുണ്ട്. മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ബാക്കിയുള്ളവരുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കാൻ നിനക്ക് നേരമുണ്ടല്ലോ, നിനക്ക് സമയമുണ്ടല്ലോ, എന്നിട്ട് നീ എന്താ നിൻ്റെ സ്വന്തം കാര്യം നോക്കാത്തതെന്ന് ചോദിക്കുന്ന സമയത്തിന് അലീന പറയുന്നുണ്ട് അതെ ബാക്കിയുള്ളവരുടെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. അന്നേരം മനു വന്നിട്ടുണ്ടോടി അവിടെ, അവൻ്റെ ശബ്ദം ഞാൻ കേട്ടു എന്ന് പറയുന്ന സമയത്തിന് വന്നിട്ടുണ്ട് എന്ന് പറയും. എന്നിട്ട് അവൻ പെട്ടെന്ന് പോവുമെന്ന് ചോദിക്കുന്ന സമയത്തിന് ഏതായാലും മുത്തശ്ശി കാണാതെ മനുവേട്ടൻ പോവില്ലല്ലോ എന്ന് പറയാണ് അലീന. അവ എങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തിന് സൗദാമിനി അമ്മയെന്നൊക്കെ വിളിച്ചുകൊണ്ടായിരിക്കട്ടെ മനു വരുന്നത്. എടോ സൗദാമിനി കൊച്ചിയെന്നൊക്കെ വിളിച്ചുകൊണ്ട് മനു അങ്ങോട്ടേക്ക് വരുന്ന സമയത്തിന് മുത്തശ്ശി പറഞ്ഞിട്ട് കണ്ടോ അവൻ എന്നെ വിളിക്കുന്നത്, അവൻ്റെ സംസാരം കേട്ട അവൻ്റെ ഇളയതാണ് ഞാനെന്ന് തോന്നുമെന്നൊക്കെ പറയും. അന്നേരം അത് മുത്തശ്ശി അങ്ങ് കൊഞ്ചിക്കുന്നതല്ലേ എന്നൊക്കെ ചോദിക്കാൻ അലീന. മനു പറഞ്ഞിട്ട് മുത്തശ്ശി ഒരുപാട് പ്രാർത്ഥിച്ചാളെ ഞാൻ ഇങ്ങോട്ടേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്, ഒന്നും പറ്റാതെ എന്ന് പറയുന്ന സമയത്തിന് മുത്തശ്ശി പറയുന്നുണ്ട് അതെനിക്കറിയാമായിരുന്നുടാ, അവൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുമെന്ന് എനിക്കറിയാമായിരുന്നു, കാരണം എല്ലാ കാര്യങ്ങളും ഞാൻ മുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവൾക്ക് വേണ്ടിയിട്ടൊരു വഴിപാടും നേർന്നിട്ടുണ്ടായിരുന്നു, ഇവൾക്കൊന്നും പറ്റാതെ ഇങ്ങോട്ടേക്ക് തിരിച്ചു തരണേ എന്നൊക്കെ പറഞ്ഞിട്ട്, അതുകൊണ്ട് തന്നെയാണ് എനിക്ക് എൻ്റെ അലീന മോളെ ഒന്നും പറ്റാതെ തിരിച്ചു കിട്ടിയത് എന്നൊക്കെ പറയുന്ന സമയത്തിന് മനു പറഞ്ഞിട്ട് അതെ മുത്തശ്ശിയുടെ മോളോട് മുത്തശ്ശി ഒരു കാര്യം പറഞ്ഞേക്കണം, അലീനയ്ക്ക് റെസ്റ്റ് കൊടുക്കുന്ന കാര്യം ഞാൻ പറഞ്ഞപ്പോൾ അത് കേട്ട ഭാവമില്ല. അന്നേരം മുത്തശ്ശി പറഞ്ഞിട്ട് അവളോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ലടാ, അവൾ ഇനി ഒരിക്കലും മാറാനും പോകുന്നില്ല എന്ന്. അന്നേരം അലീന മനുവിനോട് പറഞ്ഞിട്ട് മനുവേട്ടൻ എൻ്റെ സൈഡിൽ പിടിച്ചിട്ട് മേഡത്തിനോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ മേഡത്തിന് പിന്നെ ദേഷ്യം കൂടത്തേ ഉള്ളൂ, എന്നെ എതിർത്ത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ ദേഷ്യം,
അവൾ ഒരാഴ്ച ഹോസ്പിറ്റലിൽ കിടന്ന് സുഖിച്ച് വരുമല്ലേ, അതുകൊണ്ട് അവളെ ഇട്ട് നല്ലോണം അങ്ങ് കഷ്ടപ്പെടുത്തിയേക്കണമെന്ന് മനുവേട്ടൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ഒരാഴ്ച എനിക്ക് റെസ്റ്റ് കിട്ടാനും സാധ്യതയുണ്ട്, അങ്ങനെ ചാൻസ് ഉണ്ട് എന്നൊക്കെ പറയും. അന്നേരം ആഹാ മാഡത്തിൻ്റെ സൈക്കോളജിക്ക് അങ്ങനെ ഇങ്ങ് പഠിച്ചു വെച്ചേക്കുവാണെന്ന് മനു ചോദിക്കുന്ന സമയത്ത് തന്നെ അലീന കുറച്ച് നാളത്തേക്കെങ്കിലും ഇവിടെ ഇങ്ങനെയൊക്കെ പിടിച്ചു നിൽക്കണ്ടേ എന്ന് ചോദിക്കും. മനു ചോദിക്കുന്നതിന് അല്ല നിൻ്റെ ഫോൺ എവിടെയെന്ന് ചോദിക്കുന്ന സമയത്തിന് അലീന പറഞ്ഞിട്ട് ഫോൺ എവിടെയെന്നൊന്നും അറിയില്ല മനുവേട്ടാ, അത് ചിലപ്പോൾ അവന്മാരെ നശിപ്പിച്ച് കാണുമെന്ന് പറയാനേ. എന്നാൽ മുത്തശ്ശി അത് കേൾക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ചിന്തിച്ച് അലീന പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോയതിലെ ആകെ ഞെട്ടിരിക്കുവാണ്. അപ്പോഴേക്കും അതെന്താന്നുള്ള രീതിയിൽ ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിക്കുന്ന സമയത്തിന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നീ എന്താ പറഞ്ഞത്, അത് അവന്മാരെ നശിപ്പിച്ച് കാണുമെന്നോ? ആര് നശിപ്പിച്ചു എന്ന് നീ ഈ പറയുന്നത് എന്നിങ്ങനെ മനുവിനോട് ചോദിക്കുന്ന സമയത്തന്നെ മനു പെട്ടെന്ന് മുത്തശ്ശിയുടെ മുന്നിൽ വിഷയം മാറ്റാൻ ശ്രമിക്കുകയാണ്. അല്ല അലീനയോട് ഇഷ്ടമില്ലാത്ത ചിലവരിവിടെ ഉണ്ടല്ലോ, അപ്പോൾ അവർ നശിപ്പിച്ച് കാണുമെന്നാ പറഞ്ഞത് എന്നും. എന്നിട്ട് മനു അലീനയോട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ നിനക്കായിട്ടൊരു ഫോണില്ലേ എന്ന് ചോദിക്കുന്ന സമയത്തിന് മുത്തശ്ശി പറഞ്ഞിട്ട് അതിനെന്താ, എൻ്റെ ഫോൺ ഇനി തൊട്ട് അവൾ ഉപയോഗിച്ചോട്ടെ, ഇവളിവിടെ ഉള്ളപ്പോൾ എനിക്ക് പിന്നെ ഫോണിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ എന്ന് പറയും. അപ്പോൾ അത് മതിയൊന്ന് മനു ചോദിക്കുന്ന സമയത്തിന് മതിയെന്ന് പറയും. ഏതായാലും അവരോടൊക്കെ യാത്ര പറഞ്ഞ് മനു അവിടെ നിന്നും പോകുന്നതിന് മുൻപേ തന്നെ ഫോൺ വിളിച്ചാൽ എടുത്തേക്കണം കേട്ടോ എന്ന് പറയുന്ന സമയത്തിന് എടുത്തേക്കാമെന്ന് പറയും. വീണ്ടും അവരോടൊക്കെ യാത്ര പറഞ്ഞതിന് ശേഷം മനു പോവുകയാണ്. മനു പോയതിന് ശേഷം മുത്തശ്ശി പറഞ്ഞിട്ട് അവൻ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കുറേ അധികം കാറ്റും വെളിച്ചവുമായിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്, പിന്നെ കുറച്ച് ദിവസത്തേക്ക് പിന്നെ അത് മതി സന്തോഷിക്കാൻ എന്നൊക്കെ പറയും. പിന്നീട് കാണിക്കുന്നത് വൈജയന്തി ആയിരിക്കും. വൈജയന്തി ഇങ്ങനെ ഹോസ്പിറ്റൽ ബില്ലെല്ലാം നോക്കിക്കൊണ്ട് ആകെ ഇങ്ങനെ കണ്ണും തുറപ്പിച്ചിരിക്കുമായിരിക്കും. ആ സമയത്തിന് അലീന അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അലീനയോട് ചോദിക്കുന്നുണ്ട്, ഹോസ്പിറ്റലിൽ എത്ര ബില്ലായെന്ന് നിനക്കറിയോ? 1,65,000 രൂപയായി ടോട്ടൽ ബില്ല്. ഇനി ഇത് മൊത്തം നീ എന്നാ ഞങ്ങൾക്ക് തിരിച്ചു തരുന്നത് എന്ന് ചോദിക്കും. അന്നേരം തരാൻ എൻ്റെ കയ്യിൽ പൈസയൊന്നും ഇല്ലല്ലോ എന്ന് പറയാണ് അലീന. ഓ നിനക്ക് നഷ്ടമൊന്നും വന്നില്ലല്ലോ എന്നിങ്ങനെ വൈജയന്തി പറയുന്ന സമയത്തിന് ഓ കുറച്ച് ബ്ലഡ് പോയായിരുന്നു എന്ന് പറയാം. അതിൻ്റെ പകരം ദേ ഇഷ്ടം പോലെ ബ്ലഡ് കയറ്റിയിട്ടുണ്ടല്ലോ. അല്ല ഇനിയിപ്പോൾ ഈ പൈസക്കൊക്കെ നീ ഇവിടെ നിന്ന് ജോലി ചെയ്ത് തീർക്കാനാണെങ്കിൽ അതിന് എന്ന് തീരാനാന്ന് ചോദിക്കും. അന്നേരം അലീന ചോദിക്കുന്നത് അല്ല നിങ്ങൾ എന്നെ ഇവിടെ നിന്നും പറഞ്ഞു വിടാൻ നോക്കില്ലേ, പിന്നെ ഞാനെങ്ങനെയാ പൈസ എടുത്തിട്ട് ഇതൊക്കെ തീർക്കാൻ നോക്കുന്നത് എന്ന് ചോദിക്കും. അന്നേരം വൈജയന്തി പറഞ്ഞു, ഹോ അതാണ് ഞാനും ഓർക്കുന്നത്, ഇപ്പോൾ ഇതിവിടെ നിർത്താനും പറ്റില്ല പിരിച്ചു വിടാനും പറ്റാത്തൊരവസ്ഥയായല്ലോ. അന്നേരം അലീന ഇപ്പം ഞാൻ ഇവിടെ നിന്ന് പോയിക്കോട്ടെ എന്ന് ചോദിക്കുന്ന സമയത്തിന് വൈജയന്തി പറഞ്ഞിട്ട് അവിടെ നിൽക്ക്, ഇപ്പം നിനക്ക് കുറച്ച് നേരം ഇവിടെ നിൽക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നും ചോദിക്കും വൈജ. അന്നേരം ഒരു ബുദ്ധിമുട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ അലീന എങ്ങനെ ചിരിച്ചുകൊണ്ട് വൈജയന്തിയുടെ മുഖത്ത് നോക്കിയിട്ട് അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇതേ സമയത്ത് വൈജയന്തി ആണെങ്കിൽ വീണ്ടും വീണ്ടും ആ ഒരു ഹോസ്പിറ്റൽ ബില്ല് നോക്കിക്കൊണ്ടതിന് ആകെ ദേഷ്യപ്പെട്ടിങ്ങനെ നോക്കി നിൽക്കുന്നതെന്നും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അലീനയെ കൊണ്ട് വീണ്ടും അടുക്കള ജോലി ചെയ്യിപ്പിക്കാൻ തന്നെയായിരിക്കും വൈജയന്തി തീരുമാനിക്കുന്നത്. ഏതായാലും അലീന ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് അടുക്കളയിൽ നിന്നിങ്ങനെ ജോലി ചെയ്യുന്നതും കണ്ടുകൊണ്ട് ഹെൽപ്പിന് വേണ്ടി കൃഷ്ണമോൾ അങ്ങോട്ടേക്ക് വരും. എന്നാൽ ഇത് കണ്ടിട്ട് വൈജയന്തിക്ക് ഒട്ടും തന്നെ അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. വൈജയന്തി വന്നിട്ട് കൃഷ്ണമോളോട് ചോദിക്കുന്നത് നിനക്ക് എന്താ മറ്റു പണിയൊന്നുമില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ അലീന ചേച്ചിയോട് ഹോസ്പിറ്റലിൽ നിന്ന് ഡ്രസ്റ്റ് പറഞ്ഞെടുക്കാനും ഡോക്ടർ എന്ന കാര്യം എന്താ മാഡത്തിന് അറിയില്ലേ? എന്നാൽ കൃഷ്ണയുടെ വാക്ക് കേൾക്കുന്ന സമയത്തിന് വൈജയന്തിക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. ഇതേ സമയത്ത് ബാലചന്ദ്രൻ നേരെ മുത്തശ്ശിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് എന്ന് മാത്രമല്ല മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് ആ ഒരു ഫോൺ വാങ്ങിക്കുന്നുണ്ട്. അതിലാണെങ്കിൽ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ കോൾ റെക്കോർഡ് വഴി ഓട്ടോമാറ്റിക് റെക്കോർഡാവുമല്ലോ. എന്നിട്ട് അതെല്ലാം തൻ്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്യുന്നുണ്ട് എന്ന് മാത്രമല്ല അലീന രേവതി കുട്ടിയോടും അതുപോലെ തന്നെ രോഹിതിനോട് സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ആ ഒരു വോയിസ് റെക്കോർഡർ ഇരുന്ന് കേട്ടുപോവാണ് ബാലചന്ദ്രൻ. അങ്ങനെ രോഹിതിനോട് സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ കേട്ടിട്ട് ആകെ ഇങ്ങനെ ഞെട്ടിത്തെറിച്ച് ഷോക്കായി നിൽക്കുമായിരിക്കട്ടെ ബാലചന്ദ്രൻ. അലീന അങ്ങനെ രോഹിതിനോട് പറയുന്നുണ്ട് എനിക്ക് വേണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ പോലീസിനോട് പറയാം, നീയും ഹരിയും കൂടിയാണ് നാരങ്ങാ വെള്ളത്തിൽ മയക്കുപൊടി ഇട്ടിട്ട് എന്നെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചത് എന്നുള്ള കാര്യം എനിക്ക് വേണമെങ്കിൽ പോലീസിനോട് പറയാം, അത് ഞാൻ പറയണോ വേണ്ടയോ എന്നിങ്ങനെ അലീന ചോദിക്കുന്നത് ആ ഒരു ചോദ്യം കേട്ട് ആകെ ഞെട്ടി നിൽക്കുന്ന ബാലചന്ദ്രനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇതിൻ്റെ ഡീറ്റെയിൽഡ് എപ്പിസോഡ് ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ.